ഹലോ, പേൾ ഓഫ് പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കേരള നവോത്ഥാനത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. കേരള നവോത്ഥാനത്തിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെ മാത്രമേ പഠിക്കുന്നുള്ളൂ. ബാക്കി നവോത്ഥാന നായകന്മാരെ അടുത്ത ഒരു ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇന്ന് ശ്രീനാരായണ ഗുരുവിനെ മാത്രമാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിലാണ് ജനിച്ചത്. ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. അതുപോലെ ശ്രീനാരായണ ഗുരുവിന് നാണുആശാൻ എന്നുകൂടി അറിയപ്പെട്ടിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാരായിരുന്നു രാമൻപിള്ള ആശാൻ, തൈക്കാട് അയ്യ എന്നിവർ. ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യ ആയിരുന്നു. അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്നും അറിയപ്പെട്ടിരുന്നു. രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അതുപോലെ ഗുരുവിൻ്റെ പ്രധാന രചനകളാണ് ആത്മോപദേശ ദശകം, ദർശനമാല, ദൈവദശകം, നിർവൃതി പഞ്ചകം, ജനനി നവരത്ന മഞ്ജരി, അദ്വൈത ദീപിക, അറിവ്, ജീവകാരുണ്യ പഞ്ചകം, അനുകമ്പാ ദശകം, ജാതി ലക്ഷണം, ചിഞ്ചട ജിന്തകം, ശിവശതകം, കുണ്ടലിനി പാട്ട്, വിനായകാഷ്ടകം, തേവാര പതികങ്ങൾ, തിരുക്കുറുക്കൽ വിവർത്തനം, ജ്ഞാനദർശനം, കാളി നാടകം, ചിദംബരാഷ്ടകം, ഇന്ദ്രിയ വൈരാഗ്യം, ശ്രീകൃഷ്ണ ദർശനം എന്നിവ. ഇതിൽ ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ. അതുപോലെ അർദ്ധനാരീശ്വര സ്തോത്രം എഴുതിയതും ശ്രീനാരായണ ഗുരുവാണ്. ആത്മോപദേശ ദശകം രചിക്കപ്പെട്ട വർഷം 1897. ആത്മോപദേശ ദശകം രചിക്കപ്പെട്ട വർഷം 1897. അതുപോലെ അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം 1888. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. അതുപോലെ ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. 1913 ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം. ഇതിൻ്റെ ആപ്തവാക്യമാണ് ഓം സാഹോദര്യം സർവത്ര. അതുപോലെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചത് 1903 മെയ് 15. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചത് SNDP സ്ഥാപിച്ചത് 1903 മെയ് 15 SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവാണ്. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവാണ്. അതുപോലെ PSC ആവർത്തിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യങ്ങൾ ഞാനിവിടെ പറയാം. അവനവർ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരേണം എന്നത് ഏത് കൃതിയിലെ വരികളാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പല ക്വസ്റ്റ്യനിലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് ആത്മോപദേശ ദശകം എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ് ഇത്. അതുപോലെ സംഘടിച്ചു ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രസ്താവിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകമാണ് ജാതി മീമാംസയിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഈ വചനം ഉള്ളത്. അതുപോലെ SNDPയുടെ ആദ്യ സെക്രട്ടറിയാണ് കുമാരനാശാൻ. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാനാണ്. അതുപോലെ വിവേകോദയം മാസികയുടെ സ്ഥാപകനും കുമാരനാശാനാണ്. SNDPയുടെ
ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു. അതുപോലെ SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. വിവേകോദയ മാസികയുടെ സ്ഥാപകനും കുമാരനാശാണ്. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം 1924. 1924 ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത്. അപ്പോൾ വിവേകോദയം മാസികയുടെ സ്ഥാപകൻ കുമാരനാശാനാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. വിവേകോദയം ആരംഭിച്ച വർഷം 1904. വിവേകോദയം ആരംഭിച്ച വർഷം 1904. അപ്പോൾ 1904 വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപരായിരുന്നു M. ഗോവിന്ദൻ. അപ്പോൾ ഈ ഒരു വിവേകോദയത്തിന് ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിലും കൂടി അറിയപ്പെട്ടിരുന്നു. വിവേകോദയത്തിന് ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ കൂടിയും അറിയപ്പെട്ടിരുന്നു. അതുപോലെ SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം എന്ന് പറയുന്നത് യോഗനാഥം. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. SNDPയുടെ ആസ്ഥാനം കൊല്ലം. SNDPയുടെ ആസ്ഥാനം കൊല്ലം. അതുപോലെ ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം 1904. ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം 1904. ഗുരു ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തിയ വർഷം 1912. ഗുരു ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തിയ വർഷം 1912. അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശിവഗിരി ശാരദമഠം. അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശിവഗിരി ശാരദമഠം. അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ചത് 1925 മാർച്ച് 12. ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ചത് 1925 മാർച്ച് 12. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരിയാണ്. ശിവഗിരിയിൽ വെച്ചാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്. അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് CF ആൻഡ്രൂസ്. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി CF ആൻഡ്രൂസ്. അപ്പോൾ ഇത് ശ്രീനാരായണ ഗുരുവും ടാഗോർ സന്ദർശിച്ച വർഷം എന്ന് പറയുന്നത് ശ്രീനാരായണ ടാഗോർ സന്ദർശിച്ച വർഷം എന്ന് പറയുന്നത് 1922 നവംബർ 22. ടാഗോർ സന്ദർശിച്ചത് 1922 നവംബർ 22. ആ സമയത്ത് ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി CF ആൻഡ്രൂസ് ആണ്. അതുപോലെ ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തിയായിരുന്നു കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തിയായിരുന്നു കുമാരനാശാൻ. അതുപോലെ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി N. കുമാരനായിരുന്നു. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി N. കുമാരൻ ആയിരുന്നു. അതുപോലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി എന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി എന്ന് പറഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. ഗുരുവിനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1967 ഓഗസ്റ്റ് 21. ഗുരുവിനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1967 ഓഗസ്റ്റ് 21. അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. മറ്റൊരു രാജ്യം ഏതാണെന്ന് വെച്ചാൽ ശ്രീലങ്ക. മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. 2009. അതുപോലെ തന്നെ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളം ശ്രീനാരായണ ഗുരുവാണ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ഗുരുവിനോടുള്ള ആദരസൂചകമായി റിസർവ് ബാങ്ക് അദ്ദേഹത്തിൻ്റെ മുഖം ആലേഖനം ചെയ്ത 5 രൂപ നാണയം പുറത്തിറക്കിയത് 2006 സെപ്റ്റംബറിലാണ്. 2006 സെപ്റ്റംബറാണ് ഗുരുവിൻ്റെ മുഖം ആലേഖനം ചെയ്ത 5 രൂപ നാണയം പുറത്തിറക്കിയത്.
അതുപോലെ 2014 ശതാബ്ദി ആഘോഷിക്കപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ദൈവദശകം. 2014 ശതാബ്ദി ആഘോഷിക്കപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ദൈവദശകം. അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ശ്രീലങ്കയിൽ സ്ഥാപിച്ച സംഘടനയാണ് സിലോൺ വിജ്ഞാനോദയം യോഗം. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ശ്രീലങ്കയിൽ സ്ഥാപിച്ച സംഘടനയാണ് സിലോൺ വിജ്ഞാനോദയം യോഗം. അതുപോലെ 1999 ഡിസംബർ 31 ശ്രീനാരായണ ഗുരുവിന് നൂറ്റാണ്ടിലെ മലയാളി എന്ന വിശേഷണം നൽകിയ ദിനപത്രമാണ് മലയാള മനോരമ. നൂറ്റാണ്ടിലെ മലയാളി എന്ന വിശേഷണം നൽകിയ ദിനപത്രം മലയാള മനോരമ. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1882. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1882. അതുപോലെ കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1891. ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1895. ബാംഗ്ലൂരിൽ വെച്ചാണ് ഇവർ സന്ദർശിച്ചത്. അതുപോലെ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി സന്ദർശിച്ച വർഷം 1912. അത് ബാലരാമപുരത്ത് വെച്ചാണ്. വാഗ്ബടാനന്ദൻ ശ്രീനാരായണ ഗുരു വാഗ്ബടാനന്ദൻ കണ്ടുമുട്ടിയ വർഷം 1914. വാഗ്ബടാനന്ദനും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ വർഷം 1914. പിന്നെ ഇത്രയാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഇന്നത്തെ ക്ലാസ്സിലുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു.